ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേജസ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. സോ സ്റ്റേജസ് ആൻഡ് നമ്മൾ ഇതുവരെ കണ്ടത് ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസും, എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത്, മെച്ചുറേഷൻ എന്താണ് എന്ന ഡീറ്റെയിൽസ് ആണ്. സോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ പറയുമ്പോൾ ബേസിക്കലി നമുക്കത് രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? പ്രീനേറ്റൽ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് നേറ്റൽ സ്റ്റേജ്. പ്രീനേറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പ്രീനേറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നതും. പോസ്റ്റ് നേറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ജനിച്ചു കഴിഞ്ഞുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെയാണ് പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീനേറ്റലിൽ നമ്മൾ 3 സ്റ്റേജാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ജെർമിനൽ സ്റ്റേജ്, പിന്നെ എന്താ എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. പോസ്റ്റ് നേറ്റലിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇൻഫൻസി സ്റ്റേജ് ഉണ്ട്, ചൈൽഡ്ഹുഡ് സ്റ്റേജ് ഉണ്ട്, അഡോളസെന്റ് സ്റ്റേജ് ഉണ്ട്, അഡൾട്ട്ഹുഡ് സ്റ്റേജ്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ്. ഓക്കെ, സോ ഇതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അതേപോലെ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അതായത് ഡെവലപ്മെന്റ് ഏതൊക്കെ തലങ്ങളിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്തൊക്കെയുണ്ട്? ഫിസിക്കൽ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? സോ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതിനെ നമ്മൾ ഗ്രോത്ത് എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ ഏജ് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ബുദ്ധിയും വളരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ എന്തുണ്ട്? നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ? ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന സ്റ്റേജ് തുടങ്ങി, ഇമോഷൻസ് വരുന്ന സ്റ്റേജ് തുടങ്ങി നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെ എന്ത് ചെയ്യണം ആ ഒരു സമയത്ത് എന്നുള്ളത് വരെ പഠിക്കുന്നുണ്ട്. സോ ഇമോഷണലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? സോഷ്യലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ ആനിമൽ ആയിട്ട് എല്ലാവരുടെയും കൂടെ എങ്ങനെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഒരു വലിയ സ്കില്ല് തന്നെയാണ്. അതും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണുള്ളത്? മോറൽ ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ? ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഡെവലപ്മെന്റിന്റെ പല തലങ്ങളാണ്. ഇത് മാത്രമല്ല ഡെവലപ്മെന്റ് തലങ്ങൾ, ലാംഗ്വേജ് ഡെവലപ്മെന്റും അതേപോലെ വേറെ പല ഡെവലപ്മെന്റിന്റെ ഏരിയാസും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ഏരിയാസ് ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റേജിൽ എന്താണ് ഈ ഒരു തലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് സ്റ്റേജസ് നോക്കാം. പ്രീനേറ്റൽ സ്റ്റേജ് നേരത്തെ ഞാൻ പറഞ്ഞു. എന്താണ്? ജനിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്തെ ഡെവലപ്മെന്റ്സിനെയാണ് ഈ പ്രീനേറ്റൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ 3 സ്റ്റേജാണ് ഉള്ളത്. ഒന്ന് ജെർമിനൽ സ്റ്റേജ്, 2 എംബ്രിയോണിക് സ്റ്റേജ്, മൂന്നാമത്തെ എന്താണ്? ഫീറ്റൽ സ്റ്റേജ്. അപ്പൊ ഈ ഒരു പടത്തിൽ നമുക്ക് കാണാം, ജെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പേമും എഗ്ഗും കൂടെ മീറ്റ് ചെയ്ത് സൈഗോട്ട് എന്നാ പറയുന്നത്. അതിന് ഫോം ചെയ്യുന്ന എന്താണ്? സൈഗോട്ട് എന്നാ പറയുന്നത്. ഈ സൈഗോട്ട് പോയി യൂട്രസിന്റെ വോളിൽ അറ്റാച്ച് ആവുന്നത് വരെയുള്ള സമയത്തെയാണ് എന്ത് പറയുന്നത്? ജെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കൺസംഷൻ ടു ഇംപ്ലാന്റേഷൻ എന്നാ പറയുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് യൂട്രസിന്റെ വോളിൽ ഈ ഒരു സെല്ല് പോയി സൈഗോട്ട് പോയി അറ്റാച്ച് ആവുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് സ്റ്റേജ് ബിഗിൻസ് വിത്ത് ഫെർട്ടിലൈസേഷൻ, where the sperm meets the egg to form a zygote. The zygote undergoes rapid cell division as it travels down the fallopian tube to the uterus. Around day 6 to 7, the zygote becomes a blastocyte and implants into the uterine wall. ഓക്കെ, സോ അതാണ് ജെർമിനൽ സ്റ്റേജ്. രണ്ടാമത് വരുന്ന സ്റ്റേജ് എന്താണ്? എംബ്രിയോണിക് സ്റ്റേജ് എന്നാണ്. അതായത് സൈഗോട്ടിൽ നിന്ന് അത് അവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്തായി? ദാറ്റ് ഈസ് ആൻ എംബ്രിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ബ്ലാസ്റ്റോസൈറ്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? എംബ്രിയോ. ഈ എംബ്രിയോയിൽ എന്തുണ്ട്? ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം മേജർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്ത് തുടങ്ങും. ബ്രെയിൻ ഫോം ചെയ്ത് തുടങ്ങും, ഹാർട്ട് ഫോം ചെയ്ത് തുടങ്ങും. ഇപ്പം നമ്മൾ ആലോചിച്ചാൽ ഹാർട്ട് ബീറ്റ് നമ്മൾ കേൾക്കുന്നത് ഒരു 7ാമത്തെ 8ാമത്തെയോ വീക്കിലായിരിക്കും അല്ലേ? അപ്പം ഹാർട്ട് ഫോം ചെയ്യും, സ്പൈനൽ കോഡ് ഫോം ചെയ്യും, സർക്കുലേറ്ററി സിസ്റ്റവും മസിൽസ്, ബോൺസ് ഇതെല്ലാം പയ്യെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതാണ് എംബ്രിയോണിക് സ്റ്റേജിലെ ഡെവലപ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഫീറ്റൽ സ്റ്റേജ് ആണ്. അതായത് എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു 8ാമത്തെ ആഴ്ച വരെ ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ഇതിന്റെ എല്ലാം വളർച്ചയും മെച്ചുറേഷനും ആണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ഫോം ചെയ്ത എംബ്രിയോയിലുള്ള അതിനെ നമ്മൾ ഫീറ്റസ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ ഫീറ്റസിലുള്ള എന്താ പറയാ, ഗ്രോത്തിനെയും മെച്ചുറേഷനെയുമാണ് ഈ ഒരു സ്റ്റേജ് സൂചിപ്പിക്കുന്നത്, ഫീറ്റൽ സ്റ്റേജ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു പിന്നെന്താണ്? നമ്മൾ ട്രൈമെസ്റ്റേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത് അല്ലേ? ഫസ്റ്റ് ട്രൈമെസ്റ്റർ ആദ്യത്തെ 3 മാസം, പിന്നെ ഒരു 3 മാസം, പിന്നെയും ഒരു 3 മാസം. സോ ഫസ്റ്റ് ട്രൈമെസ്റ്റർ, സെക്കൻഡ് ട്രൈമെസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമെസ്റ്റർ. തേർഡ് ആവുമ്പോഴേക്കും നമ്മുടെ ബേബി എന്തായി? പുറത്തെ ലോകത്തിലേക്ക് വരാൻ റെഡിയായി. അതായത് പുറത്തെ ലോകത്ത് വന്നാൽ ഇതുവരെ അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ എന്താ പറയുക, ശ്വസിച്ചുകൊണ്ടിരുന്ന ബേബി തന്നെ അവരുടെ ലങ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തു, പുറത്ത് വന്നാൽ തന്നെ ബ്രീത്ത് ചെയ്യാം, തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ റെഡിയായി, അല്ലെങ്കിൽ ബ്രെയിൻ റെഡിയായി, ബോഡി ഫോം ചെയ്തു എന്നൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോഴാണ് എന്ത്? ബർത്തിന്റെ സ്റ്റേജ് വരുന്നത്. സോ ഇതാണ് പ്രീനേറ്റൽ സ്റ്റേജ്.
ഇനി പോസ്റ്റ് നേറ്റൽ സ്റ്റേജിൽ നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മൾ സ്റ്റേജസ് നേരത്തെ കണ്ടു. എന്തൊക്കെയാണ്? ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? 2 വയസ്സ് വരെയുള്ളതും. പിന്നെ ചൈൽഡ്ഹുഡ് സ്റ്റേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള സമയത്തെ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്നും 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള സമയത്തെ ലേറ്റ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്നും പറയും. ചൈൽഡ്ഹുഡ് സ്റ്റേജ് കഴിഞ്ഞ് അടുത്തത് വരുന്നത് അഡോളസൻസ് ആണ്. അഡോളസൻസ് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് ടീനേജ് അതിനെ അല്ലേ. അപ്പോൾ 13 to 19 അല്ലെങ്കിൽ 13 to 18 ടീൻ എന്ന് വരുന്നത് അതാണ് നമ്മുടെ എന്താ അഡോളസൻസ് സ്റ്റേജ്. അത് കഴിഞ്ഞ് വരുന്നത് അഡൾട്ട്ഹുഡും പിന്നെ എന്താണ് മിഡിൽ ഏജ് പിന്നെ ഓൾഡ് ഏജ്. ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ്.